ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ക്രിസ്മസൊക്കെ ഇന്ന് അങ്ങ് അടുത്തെത്തി. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ട് അതിൻ്റെ ഒരുക്കത്തിലൊക്കെയാണ്. അല്ലെങ്കിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നിങ്ങളും വീട്ടിലൊക്കെ ഒരുക്കം തുടങ്ങിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വർഷം 2 വൈനും അതുപോലെ 3 കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ടുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ഫിഷ് മോളുടെ റെസിപ്പിയാണ്. ഒരു കേരള ഫിഷ് മോളയാണ്. അപ്പോൾ നമ്മൾ ഒരു ഫിഷ് മോളുടെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് അതിൽ നല്ല വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് കരിമീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മെത്തേഡിൽ നമുക്ക് ഏത് മീൻ വെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫിഷ് മോളി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഈ സൈസിലുള്ള 2 വലിയ കരിമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് മീനാണ്. ഇതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള മീൻ വെച്ചിട്ട് മോളി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഫിഷ് മോളി ഉണ്ടാക്കാൻ തന്നെ കരിമീൻ തന്നെ വേണമെന്നില്ല. നമുക്ക് ആവോലി, നെയ്മീൻ, അതുപോലെ നല്ല ടൈപ്പ് ഏത് മീൻ വെച്ച് ഉണ്ടാക്കാം. നമ്മളൊരു നെയ്മീൻ കൊണ്ടുള്ള ഫിഷ് മോളിയുടെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് അതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ നെയ്മീൻ്റെ മോളിയും കൂടി കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ കരിമീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ കരിമീൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കരിമീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടി കരിമീൻ്റെ പുറത്ത് ഇതുപോലെ നീളത്തിലുള്ള സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി മിക്സ് ചെയ്തെടുത്ത മസാല നമുക്ക് മീനിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാലയെല്ലാം മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ മസാല എല്ലാം ഒന്ന് മീനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കണം. മീൻ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. മീൻ വറുത്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ മൊരിഞ്ഞ് ക്രിസ്പിയൊന്നും ആകേണ്ട ആവശ്യമില്ല. 2 സൈഡും നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മീനിൻ്റെ 2 സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഫിഷ് മോളിക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാലും 1 കപ്പ് 2-ാം പാലുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ ഫ്രഷ് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 1 5 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. നമ്മൾ എരിവിനായിട്ട് ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളകെല്ലാം നിങ്ങൾ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളി, ഇതുപോലെ കുറച്ച് കനത്തിൽ വട്ടത്തിൽ അരിഞ്ഞത്. നമ്മൾ തക്കാളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പുളിയുള്ള നാടൻ തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പുളിക്കാരത്തിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഒരു 10 കശുവണ്ടി ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം ഫിഷ് മോളിൽ ചേർക്കാനുള്ളതാണ്. ഫിഷ് മോളിൽ കുറച്ച് കുറുകൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കുതിർത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ കശുവണ്ടി ഈ കാണുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി മീൻ വറുത്ത പാനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ടൊന്ന് പൊട്ടിക്കണം. കുരുമുളക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഇത് നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 10 കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാനുള്ളതാണ്.
കശുവണ്ടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കശുവണ്ടി ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കശുവണ്ടി ചേർത്ത് ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. ഈ കശുവണ്ടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കശുവണ്ടി വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. നമ്മൾ മീൻ വറുത്ത ബാക്കി എണ്ണയിലാണ് കുരുമുളക് വഴറ്റി വെച്ചിരുന്നത്. അപ്പോൾ ആ എണ്ണ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫിഷ് മോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. സവാളയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള കൂടുതൽ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. നല്ലൊരു സോഫ്റ്റായി വന്നാൽ മതി. ഇപ്പോൾ സവാള എല്ലാം നല്ലൊരു സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് വീണ്ടും സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 2-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഗ്രേവി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കണം. ഇനി പാനിൽ നിന്ന് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. മീൻ ചേർത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ മീനിൻ്റെ പുറത്തേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. തക്കാളി കഷ്ണങ്ങളെല്ലാം നിരത്തി വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യണം. നമ്മൾ കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം മീൻ ഓൾറെഡി കുക്കാണ്. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കശുവണ്ടിയാണ്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. മീൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് മീനിൻ്റെ ഗ്രേവിയെല്ലാം ഒന്ന് നന്നായിട്ട് കുറുകി തക്കാളിയൊക്കെ ഒന്ന് പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും 1-ാം പാലും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് കൂടുതൽ തിളക്കാൻ അനുവദിക്കരുത്. ഒന്ന് നന്നായിട്ട് ചൂടായി തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. ഇപ്പോൾ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കാം. ഞാൻ ഫിഷ് മോളിൻ്റെ പുറത്തേക്ക് 2 നുള്ളും കുരുമുളക് കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. അവസാനം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു നല്ല ടേസ്റ്റിയുമായി നമ്മുടെ ഫിഷ് മോളി അല്ലെങ്കിൽ ഫിഷ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റിയും യമ്മിയുമായ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.